നമസ്കാരം. മണ്ണിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. രണ്ട് ജനപ്രതിനിധികളെക്കുറിച്ചാണ് മണ്ണിൻ്റെ ഈ ലക്കത്തിൽ. ഒരാൾ സ്വന്തമായി മണ്ണിൽ അധ്വാനിക്കുന്ന പരമ്പരാഗത കർഷകൻ, മറ്റൊരാൾ സ്വന്തം നാടിൻ്റെ വികസനം കൃഷിയിലൂടെയാണെന്ന തിരിച്ചറിഞ്ഞയാൾ. MLA മാരായ കെ കുഞ്ഞിരാമനും ഡോക്ടർ TM തോമസ് ഐസക്കും. രാഷ്ട്രീയ പ്രവർത്തനം വരുമാനമാർഗമായി കാണുന്നവരിൽ നിന്ന് വ്യത്യസ്തനാണ് ഉദുമ MLA കെ കുഞ്ഞിരാമൻ. തിരക്കിട്ട പൊതുപ്രവർത്തനത്തിനിടയിലും ഭക്ഷണത്തിനുള്ളത് സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. പതിറ്റാണ്ടുകളായി കാസർഗോട്ടെ പൊതുമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായ കെ കുഞ്ഞിരാമൻ 2011 ഉദുമയിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. MLA ആയിട്ടും മണ്ണിനോടുള്ള അടുപ്പം ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ജനപ്രതിനിധിയുടെ തിരക്കുകൾക്കിടയിലും ഭക്ഷണത്തിനുള്ള നെല്ലും പച്ചക്കറിയുമെല്ലാം സ്വന്തം പുരയിടത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കുഞ്ഞിരാമൻ സമയം കണ്ടെത്തുന്നു. കൃഷി അദ്ദേഹത്തിന് പാരമ്പര്യമായി പകർന്നു കിട്ടിയതാണ്. കൃഷി നമ്മൾ പരമ്പരായിട്ട് കുടുംബം ഞങ്ങൾ കൃഷി എടുത്ത് ജീവിക്കുന്നവരാണ്. അച്ഛനമ്മയിലെ കാലത്ത് ഞങ്ങൾ പൂർവീകരെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ കുടുംബം വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ രംഗമായിട്ട് ബന്ധുവിലവരാണ്. ഇപ്പോഴും ഞങ്ങൾ ഭക്ഷണത്തിനുള്ള നെൽകൃഷിയും അതുപോലെ പച്ചക്കറി ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നു. വേനൽക്കാലത്ത് ഉണ്ടാക്കിയ പച്ചക്കറിയെല്ലാം വെള്ളരിക്ക, കുമ്പളങ്ങ, അതുപോലെ ചിരങ്ങയെല്ലാം ഈ ആഗസ്റ്റ് വരെ ഞങ്ങൾ സൂക്ഷിക്കും. പിന്നെ അങ്ങോട്ടാകുമ്പോൾ പുതിയ ഉണ്ടാക്കിയിട്ട് കഴിക്കലാണ്. അതുപോലെ ഒറ്റവിള നെൽകൃഷി എടുക്കും. ആ നെൽകൃഷി ഒരു കൊല്ലത്തെ ഭക്ഷണത്തിന് വേണ്ട നെല്ലുണ്ടാക്കും. രാവിലെ 5:30 മുതലാണ് കെ കുഞ്ഞിരാമന്റെ ദിനചര്യകൾ തുടങ്ങുന്നത്. പത്രം വായനയ്ക്ക് ശേഷം നേരെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങും. എല്ലാ ദിവസവും 2-2.5 മണിക്കൂർ പാടത്തെയും പറമ്പിലെയും ജോലികൾക്കായി മാറ്റിവെക്കും. ഒൻപതരയ്ക്കാണ് പൊതുപരിപാടികൾക്കായി വീട്ടിൽ നിന്നിറങ്ങുക. അത് കഴിഞ്ഞാൽ കാര്യങ്ങൾ നോക്കി നടത്താൻ 2 സ്ഥിരം ജോലിക്കാരുണ്ട്. സമീപത്ത് തന്നെ താമസിക്കുന്ന ഇളയ സഹോദരന്മാരും കൃഷിയിടത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കും. പരമ്പരായിട്ട് കൃഷിയെടുത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞങ്ങളിപ്പോഴും. തിരക്ക് പിടിച്ച ഈ കാലഘട്ടത്തിലും ഞാനത് കിട്ടുന്ന സമയം പരമാവധി ഞാൻ ഉപയോഗപ്പെടുത്താറുണ്ട്. രാവിലെ ഒരു 5:30 മണിക്ക് ഞാൻ എണീക്കും. 6:30 വരെ 1 മണിക്കൂർ 4 പത്രം വായിക്കും. ആ 4 പത്രം വായിച്ച് ഞാൻ കൃഷി സ്ഥലത്തേക്കെല്ലാം വരും. അവിടെ ആൾ വരും പറയുമ്പോൾ അപ്പം അങ്ങനെ തിരിച്ചു പോയി അവർ കാര്യങ്ങൾ നിർവഹിച്ച് അങ്ങനെ പോകാൻ ഒരു 9:30 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെടും. അതിന് മുമ്പേ കിട്ടുന്ന സമയം ഞാൻ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കും. സഹായിക്കാനും വേറെ 2-3 ആളുകളുണ്ട്. 1.5 ഏക്കർ സ്ഥലത്താണ് കുഞ്ഞിരാമൻ നെൽകൃഷി ചെയ്യുന്നത്. തൊഴിലാളികളെ കിട്ടാൻ ബുദ്ധിമുട്ടായതിനാൽ ഒറ്റവിള കൃഷിയെ ചെയ്യാറുള്ളൂ. ഈ വർഷം കാലാവസ്ഥയും നെൽകൃഷിയെ ചതിച്ചു. പക്ഷെ കൂടുതലുണ്ടാക്കാൻ സ്ത്രീകളെ കിട്ടുന്നില്ല. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഈ വീട്ട കണ്ടക്കാൻ ഒഴിഞ്ഞു കിടക്കാൻ കാരണം സ്ത്രീകളില്ലാത്തത് കൊണ്ടാണ്. എനിക്കലത്തെ കാലാവസ്ഥയും അതിന് മോശമായിരുന്നു. അങ്ങനെ അതിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്.
അപ്പോൾ സ്ത്രീകളെ കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഈ നെൽകൃഷി കുറച്ച് കൂടുതൽ വിവരപ്പെടുത്താൻ വേണ്ടി കഴിയുമായിരുന്നു. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി ഈ രംഗത്ത് കൃഷിപ്പണിക്കും കൂടി ഉപയോഗപ്പെടുത്തിയെങ്കിൽ നമുക്ക് നല്ല സംവിധാനമായി മാറട്ടെയായിരുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിൽ പെടുത്തുന്നില്ല എന്തായാലും. അതേപോലെ മറ്റ് രംഗത്ത് പണിക്ക് പോകുന്ന പെണ്ണുങ്ങളൊന്നും ഈ പണിക്ക് വരാൻ ഉണ്ടാക്കുന്നില്ല. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ കുടുംബശ്രീയുണ്ട്, അതുപോലെ തൊഴിലുറപ്പ് പദ്ധതി, മറ്റൊരുപാട് സ്ത്രീകൾ മറ്റു കാര്യങ്ങളൊക്കെ പോകുന്നു. പക്ഷേ നെൽകൃഷിക്കാരും വരുന്നില്ല. പറമ്പിൽ കമുകും തെങ്ങും കൊക്കോയുമൊക്കെയാണ് മുഖ്യ കൃഷി. ഇതിനിടയിലാണ് പച്ചക്കറി കൃഷി. എന്ത് കൃഷിയാണെങ്കിലും പൂർണ്ണമായും ജൈവമായിരിക്കണമെന്ന കുഞ്ഞിരാമൻ MLAക്ക് നിർബന്ധമുണ്ട്. ചാണകമാണ് മുഖ്യ വളം. ചാണകം ഉപയോഗിച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കും. ചാണകത്തിന്റെ ആവശ്യത്തിനാണ് പ്രധാനമായും പശുക്കളെ വളർത്തുന്നത്. ജൈവകൃഷിയാണെങ്കിൽ ചാണകവളം വേണം. ആ ചാണകവളം ഇല്ലാത്തവർ ജൈവകൃഷി വായു കൊണ്ട് പറഞ്ഞൊരു കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ പശുവിനെ തന്നെ പോറ്റുന്നു. പശുവിനെയും പോത്തിനെയും ഞങ്ങൾ 2-3 പശുവുണ്ട്, പോത്തുണ്ട്. അതിനൊക്കെ പോറ്റിയിട്ടാണ് ഞങ്ങൾ ചാണകവളം ഉണ്ടാക്കി, കമ്പോസ്റ്റ് ഉണ്ടാക്കി, പഴയ കാലങ്ങൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചാണകവളം ഉണ്ടാക്കിയിട്ട് ആ വളം ഉപയോഗിച്ചാണ് ഞങ്ങൾ കൃഷി എടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ മുഴുവൻ ജൈവമാണ്. തെങ്ങായാലും കവുങ്ങായാലും നെൽകൃഷിയായാലും പച്ചക്കൃഷിയായാലും എല്ലാം ജൈവ കൃഷി തന്നെയാണ്. അതിനെ നന്നായി പ്രോത്സാഹനം നടത്തിയാൽ മാത്രമേ ജൈവകൃഷി എന്ന് നമ്മുടെ നാട്ടിൽ സങ്കല്പം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. കാലികളെ പോറ്റാത്തിടത്തോളം കാലം ജൈവകൃഷി വിജയിക്കില്ല. അത് 2 തെങ്ങോ കവുങ്ങോ 2 തരം പച്ചക്കറിയോ അതൊക്കെ നടണമെങ്കിൽ ജൈവം എന്ന് പറയുന്നത് പ്രധാനമായും ചാണകമാണ്. പരമ്പരാഗത രീതിയിൽ കൃഷിയിറക്കുമ്പോൾ കാലാവസ്ഥയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ് കുഞ്ഞിരാമന്റെ അഭിപ്രായം. കാലാവസ്ഥ അറിഞ്ഞു വേണം കൃഷി ഇറക്കാൻ. കാലാവസ്ഥ അനുകൂലമാണെങ്കിലേ വളപ്രയോഗം കൊണ്ടുപോലും കാര്യമുള്ളൂ. കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായും വേണ്ട കാലാവസ്ഥയാണ്. കാലാവസ്ഥ അനുസരിച്ച് കൃഷി ചെയ്യണമെങ്കിൽ മാത്രമേ കൃഷിയാവൂ. ഉദാഹരണം ഇപ്പോൾ ഈ മഴക്കാലത്ത് കൃഷി ചെയ്യുമ്പോൾ എന്ത് വന്നാലും ഇടമാവസാനം മിഥുനത്തോടുകൂടി എന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈയോടുകൂടി നട്ടു തീർക്കണം. ജൂലൈ ഒരു 15 മുമ്പായിട്ട് മുഴുവൻ കൃഷി എടുത്തു തീർക്കണം. പിന്നീട് വരുന്ന നല്ല മഴക്കാണ്, ഈ നല്ല മഴയും വെള്ളവും വരുമ്പോഴാണ് കൃഷി തന്നെ ആവല്. അപ്പോൾ കാലാവസ്ഥക്കനുസരിച്ച് കൃഷി എടുക്കുന്നത് അറിഞ്ഞപ്പോൾ മാത്രമേ കൃഷി നന്നാവും. ഇപ്പോൾ ചില ആൾ നടുന്നുണ്ട്, പറഞ്ഞാൽ ചിങ്ങമാസം വരാനായി, ഇനി നട്ടിട്ട് കാര്യം? ഇനി കാലാവസ്ഥയും ഗുണം ചെയ്യില്ല. അപ്പോൾ കാലാവസ്ഥക്കനുസരിച്ച് കൃഷി ചെയ്യണമെന്നതിലാണ് പ്രധാനപ്പെട്ട ഘടകം. പിന്നെ അതിന് സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ, അത് പിന്നെ നമ്മൾ സാധാരണ ആളുകളിങ്ങനെ സംരക്ഷിക്കാൻ വെള്ളം കൊടുത്തും സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കപ്പെടണം. മെയിൻ കൃഷിക്ക് കാലാവസ്ഥയാണ്. നെൽകൃഷി നാട്ടിൽ നിലനിൽക്കണമെങ്കിൽ സർക്കാർ കൂടുതൽ സഹായം നൽകണമെന്നാണ് കെ കുഞ്ഞിരാമന്റെ നിലപാട്. സ്കൂളുകളും ക്ലബ്ബുകളുമൊക്കെ ഇപ്പോൾ നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും സാമ്പത്തിക നഷ്ടം കാരണം യുവാക്കൾ കാർഷിക രംഗത്ത് തുടരുന്നില്ല. നെൽകൃഷി ചെയ്യുന്നവരെ സഹായിക്കാൻ സർക്കാർ മുന്നോട്ട് വന്നാലേ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരികയുള്ളൂ. ഇത് കൃഷിക്കാരെ മാത്രം വിചാരിച്ചാൽ നമ്മുടെ കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് നല്ല സഹായം വേണം. അപ്പോൾ ഗവൺമെൻറ് ആ രംഗത്ത് നന്നായി സഹായിച്ചാൽ മാത്രമേ നമുക്ക് ഈ കൃഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയൂ. ഇപ്പോൾ ആണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായി നമ്മുടെ നാട്ടിലെ കാലത്ത് ആദ്യം മഴ കിട്ടിയില്ല, അതുകൊണ്ട് ഒരുപാട് കൃഷി പോയി. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം അതുപോലെ മറ്റു കാര്യങ്ങൾ കൊണ്ട് കൃഷി നശിച്ചുപോയാൽ കൃഷിക്കാരെ സഹായിക്കാൻ അതാത് കാലത്ത് സഹായം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കാൻ ഗവൺമെൻറ്റിൻ്റെയും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭാവിയിൽ താരം കൊണ്ടു നടക്കും. ഇപ്പോൾ രംഗത്തെക്കാരും വരാൻ നേരം കൃഷി നഷ്ടം നിലകൊണ്ടാണ്. അപ്പോൾ നഷ്ടം വന്നാലും നെൽകൃഷി വേണം, പച്ചക്കറി വേണം എന്ന് ആൾക്ക് തോന്നുന്ന രീതിയിൽ ഗവൺമെൻറ് സഹായം കിട്ടണം. എങ്കിൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയൂ. ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാതെ നാട് ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് വിശ്വസിക്കുന്ന ഈ ജനപ്രതിനിധി സ്വന്തം ജീവിതത്തിലൂടെ ജനങ്ങൾക്ക് മാതൃകയാവുകയാണ്.
മണ്ണിൽ അധ്വാനിക്കുന്നവൻ്റെ സത്യവും നന്മയുമാണ് കെ കുഞ്ഞിരാമൻ MLA പൊതുജീവിതത്തിലും പ്രതിഫലിക്കുന്നത്. മണ്ണിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ആലപ്പുഴ മാരാരിക്കുളം നിയോജക മണ്ഡലത്തിലെ ജൈവ പച്ചക്കറി വിപ്ലവത്തെക്കുറിച്ച്. ആലപ്പുഴ മാരാരിക്കുളം നിയോജക മണ്ഡലത്തിലെ മിക്ക പഞ്ചായത്തുകളും പച്ചക്കറി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുകയാണ്. ഡോക്ടർ TM തോമസ് ഐസക് MLA ആണ് ഈ ജൈവ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് ജൈവ പച്ചക്കറി കൃഷിക്ക് നേരത്തെ തന്നെ പ്രസിദ്ധമാണ്. എന്നാൽ ഡോക്ടർ തോമസ് ഐസക് MLA ആയതോടെയാണ് അത് പൂർണ്ണമായും വാണിജ്യാടിസ്ഥാനത്തിലേക്ക് മാറിയത്. സമീപത്തെ മറ്റ് പഞ്ചായത്തുകളിലേക്ക് കൂടി കഞ്ഞിക്കുഴി മാതൃക വ്യാപിച്ചതും ഈ കാലയളവിലെ നേട്ടമാണ്. ജൈവ പച്ചക്കറിക്ക് സുസ്ഥിരമായ വിപണി കണ്ടെത്താൻ കഴിഞ്ഞതും ഉയർന്ന വില ഉറപ്പാക്കിയതും നിരവധി പേരെ ഈ മേഖലയിലേക്ക് ആകർഷിച്ചു. ഞാൻ MLA ആയതിനു ശേഷമാണ് ഇത് ഒരു വാണിജ്യ അടിസ്ഥാനത്തിലുള്ള കൃഷിയായിട്ട് മാറിയത്. സംഘകൃഷി കൊണ്ടുവന്നു ആണ് ഏറ്റവും വലിയ മാറ്റം. രണ്ടാമത്തേത്, അങ്ങനെ ഒരുമിച്ചുള്ള വാണിജ്യ കൃഷി നടക്കുമ്പോൾ മിച്ചം വരും. അതെന്ത് ചെയ്യും? അത് വിൽക്കാനുള്ള വിപണി കണ്ടെത്തി നമ്മുടെ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ സ്റ്റോറുകളും മറ്റും ആരംഭിച്ചു. എന്ന് മാത്രമല്ല, ഒരു ഘട്ടത്തിൽ പഞ്ചായത്ത് പച്ചക്കറികൾക്ക് തറവില പ്രഖ്യാപിച്ചു. ഇന്ത്യ രാജ്യത്ത് വേറെ എവിടെയെങ്കിലും നടന്നിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വിലയിടിഞ്ഞാലും പഞ്ചായത്ത് വാങ്ങും ന്യായവിലക്ക്. കൂടിയ വിലക്കാണെങ്കിൽ എവിടെയും കൊണ്ടേ വിൽക്കാം. അതോടുകൂടി കൃഷി വളരെ ലാഭകരമായി തീർന്നു. ഒട്ടനവധി പേര് ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടി തുടങ്ങി. ചിലരൊക്കെ ലീവ് എടുത്തിട്ടാണ് കൃഷിക്ക് നിൽക്കുന്നത്. പച്ചക്കറി കൃഷിക്ക് രാസവളമോ രാസകീടനാശിനിയോ ഉപയോഗിക്കില്ലെന്ന വാശി ഇവിടുത്തെ കർഷകർക്കുണ്ടായിരുന്നു. തുടക്കത്തിൽ നിരവധി വെല്ലുവിളികൾ നേരിട്ടെങ്കിലും ആ വാശി തന്നെയാണ് പിന്നീട് കർഷകർക്ക് നേട്ടമായത്. ഇപ്പോൾ ഇവിടെ ജ്യോതിസിൻ്റെ ഈ തോട്ടത്തിൽ കീടം വന്ന് രക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ പോട്ടേന്ന് വെക്കാമെന്നല്ലാതെ കീടനാശിനി അടിക്കില്ല, രാസകീടനാശിനി അടിക്കില്ല. ആ ഒരു വാശി ഒരുപാട് കൃഷിക്കാർക്കുണ്ട്. അത് മറ്റുള്ളവരൊക്കെ ഇത് ഉപയോഗിക്കാൻ തടസ്സപ്പെടുത്തും. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഉൽപ്പാദനക്ഷമത കുറയും, പക്ഷെ അത് വിലയിൽ കിട്ടും. ഇത് ജൈവ പച്ചക്കറിയാണ് എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിലുണ്ടല്ലോ, ആളുകൾ കൂടുതൽ വില നൽകാൻ തയ്യാറാണ്. മാരാരിക്കുളത്തെ പച്ചക്കറിയെ ഒരു ബ്രാൻഡായി വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് പിന്നീട് നടന്നത്. സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ഇതിനായി ഉപയോഗിച്ചു. ബ്രാൻഡ് വെറുതെ ഉണ്ടായല്ലോ കേട്ടോ, അത് ഉണ്ടാക്കിയെടുത്തതാ. ഫിലിം സ്റ്റാറുകൾ അവരൊക്കെ കൊണ്ടുവന്ന് ഇത് ലോഞ്ച് ചെയ്യുക, അവർ സമ്മാനമായിട്ട് കഞ്ഞിക്കുഴി പച്ചക്കറി മറ്റുള്ളവർക്ക് കൊടുക്കുക. അതിൻ്റെയൊക്കെ റിപ്പോർട്ടൊക്കെ വരുമ്പോൾ അതിനൊരു പ്രസിദ്ധി വരുന്നു. യേശുദാസ് എല്ലാ വർഷവും വരും, അന്ന് ഏറ്റവും മികച്ച കൃഷിക്കാരന് ഒരു സമ്മാനം കൊടുക്കും. സമ്മാനം അദ്ദേഹത്തിൻ്റെയാണേ, അതൊരു ചടങ്ങായിട്ട് നടക്കുന്നതാണ്. ഇതൊക്കെ പത്രവാർത്തകളൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിന് ഫ്രീ അഡ്വർടൈസ്മെൻ്റാണ്. അതിലൂടെയാണ് ഇതിൻ്റെ ബ്രാൻഡിങ് വന്നത്. ഇത്തരത്തിൽ ഈ പ്രദേശത്തെ പച്ചക്കറി പൂർണ്ണമായും ജൈവമാണെന്ന രീതിയിൽ ബ്രാൻഡ് ചെയ്യപ്പെട്ടത് കർഷകർക്ക് നേട്ടമായി. ഇതോടെ ഉയർന്ന വിലയും ലഭ്യമാകാൻ തുടങ്ങി. വിപണി കണ്ടെത്തലും എളുപ്പമായി. ഇതിനിടയിൽ ഇവിടുത്തെ കഞ്ഞിക്കുഴി പച്ചക്കറി അല്ലെങ്കിൽ മാരാരിക്കുളത്തെ പച്ചക്കറി അത് ജൈവമാണെന്ന് പൂർണ്ണ വിശ്വാസം ആളുകൾക്ക് വന്നു.
കാരണം തുടക്കം മുതൽ രാസവളങ്ങൾക്കും കീടനാശിനിക്കും ഒക്കെ എതിരായിട്ടായിരുന്നു ഇവിടുത്തെ പ്രചാരണങ്ങൾ. അങ്ങനെ ജൈവ പച്ചക്കറി എന്നുള്ള ബ്രാൻഡ് ഇവിടുത്തെ പച്ചക്കറിക്ക് വന്നതോടുകൂടി ഇനി കൂടുതൽ വില മേടിക്കാൻ പറ്റി. സാധാരണ വിൽക്കുന്നതിനേക്കാൾ ഒരു 25% കൂടിയ വില നമുക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ. പക്ഷെ വിപണി ഒരു പ്രശ്നമല്ല, ഉണ്ടാക്കേണ്ട താമസമുള്ളൂ, വിറ്റ് തീരുന്നു എന്നുള്ളതാണ് അനുഭവം. പച്ചക്കറി കൃഷി വികസനത്തിന് വലിയ തുക മാറ്റിവെച്ചുകൊണ്ട് പഞ്ചായത്തുകളും ഈ മുന്നേറ്റത്തിന് കരുത്തു പകർന്നു. കേന്ദ്ര പദ്ധതിയിൽപ്പെടുത്തി കോമൺ ഫെസിലിറ്റി സെന്റർ പണിതതായിരുന്നു മറ്റൊരു നേട്ടം. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ മാരി മാർക്കറ്റിംഗ് എന്ന പേരിൽ കമ്പനിക്കും രൂപം നൽകി. തന്നെ പച്ചക്കറിക്കും നല്ല തോതിൽ തന്നെ സഹായം പഞ്ചായത്തുകളിൽ നിന്ന് ഈ പ്രദേശങ്ങളിൽ നൽകുന്നുണ്ട്. സർക്കാരിനിപ്പോൾ നിർബന്ധമൊന്നുമില്ല ഉൽപ്പാദന മേഖലയ്ക്ക് പണം നീക്കി വെക്കണമെന്ന്, പക്ഷെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള പണമുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളൊരു കാര്യം, ഇവിടെ ഉൽപ്പന്നങ്ങൾ അത് ഈ കാർഷിക ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വിൽക്കുന്നതിന് വേണ്ടിയുള്ള ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങൾ, അവയ്ക്ക് പ്രവർത്തിക്കാനുള്ള കോമൺ ഫെസിലിറ്റി സെൻറ്റേഴ്സ് ഒരു 10 കോടി രൂപയുടേത് കേന്ദ്ര സർക്കാരിൻ്റെ SDSY പ്രോഗ്രാമിൽ കിട്ടിയതാണ്, അതുണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടി ഒരു കമ്പനി, മാരി മാർക്കറ്റിംഗ് കമ്പനി, അപ്പോൾ ആ കമ്പനിയുടെ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മറ്റു പല സ്ഥലത്തും ഇല്ലാത്തത് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. എല്ലാ സീസണിലും പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് പിന്നീടുണ്ടായത്. മഴക്കാലത്ത് അല്പം ഉയർന്ന സ്ഥലത്ത് മുഴുവൻ പച്ചക്കറി നട്ടു. മാരാരിക്കുളം പച്ചക്കറിയുടെ വില സുസ്ഥിരമായതിനാൽ മറ്റു സ്ഥലങ്ങളിൽ പച്ചക്കറി ഉൽപ്പാദനം വർദ്ധിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ കർഷകരെ ബാധിക്കുകയുമില്ല. റെയിൻ ഗാർഡൻ ഉണ്ടാക്കി പച്ചക്കറി നടുക, എവിടെയൊക്കെ കുറച്ച് ഉയർന്ന സ്ഥലമുണ്ടോ വയലിൽ പറ്റത്തില്ല, ബാക്കി എല്ലായിടത്തും പച്ചക്കറി ഇറക്കുന്നതിന് വലിയൊരു പരിശ്രമം നൽകി. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ പച്ചക്കറിക്കുള്ള വില ഏതാണ്ട് സുസ്ഥിരമാണ്. പുറത്ത് വില ഇടിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇവിടെ വില കുറക്കില്ല. ഇത് ഈ പച്ചക്കറി വേണമെങ്കിൽ ഇതിന് ഈ വില തന്നെ. അതുകൊണ്ട് ഞങ്ങളെ കൂടുതൽ അമിതോൽപാദനം ആ രീതിയിലൊന്നും ബാധിക്കുമെന്ന് കരുതുന്നില്ല. അതുകൊണ്ടാണ് കൃഷിക്കാർ ഇത്ര ഉറപ്പോടുകൂടി കൃഷിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്. അവർക്ക് സുരക്ഷിതമായിട്ടുള്ള വില കിട്ടും. പച്ചക്കറി വിപണനത്തിന് നൂതനമായ മാർഗങ്ങൾ സ്വീകരിച്ചതും ഡോക്ടർ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിലായിരുന്നു. ദേശീയപാതയോരത്ത വിൽപ്പന കേന്ദ്രങ്ങൾ തുറന്നും നഗരകേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിച്ചും പച്ചക്കറി വിറ്റു. പ്രധാന ഔട്ട്ലെറ്റ് അതാണ് റോഡ് സൈഡിലുള്ള വിപണന കേന്ദ്രങ്ങൾ. രണ്ടാമത് ഞങ്ങൾക്ക് മാരി കമ്പനിക്ക് വാഹനമുണ്ട്, പഞ്ചായത്ത് PDSന് വാഹനമുണ്ട്. അതിൽ പച്ചക്കറി ശേഖരിച്ച് കാക്കനാട് അല്ലെങ്കിൽ വൈറ്റില കോട്ടയത്തൊക്കെ കൊണ്ടുപോയിട്ട് വിൽക്കും. അത് ഇവിടുത്തെ പച്ചക്കറിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പൂർണ്ണസമയം നിൽക്കാനൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ 12 തവണ ഞാനും വിൽക്കാൻ പോയിട്ടുണ്ട്. 1 മണിക്കൂർ കൊണ്ട് കൊണ്ടുപോയതൊക്കെ തീർന്നിട്ട് തിരിച്ചു പോരേണ്ടി വരും. അത്ര വേഗം പോകുന്നുണ്ട്. മാരാരിക്കുളത്തെ പച്ചക്കറി തോട്ടങ്ങൾ പുറത്തുള്ളവർക്ക് സ്പോൺസർ ചെയ്യാൻ കഴിയുന്ന പുതിയൊരു പദ്ധതിക്കും ഇപ്പോൾ രൂപം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തോട്ടത്തിൽ നിന്ന് സ്പോൺസർ ചെയ്തയാൾക്ക് എപ്പോൾ വേണമെങ്കിലും ജൈവ പച്ചക്കറി ലഭിക്കും. നിങ്ങളുടെ പച്ചക്കറി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഒരു സെൻറ്റിന് 1000 രൂപ. ആ ഒരു 1000 രൂപ ഒരു സെൻറ്റ് നിങ്ങളുടെ പേരിൽ സ്പോൺസർ ചെയ്ത് കൃഷി നടത്താൻ നിങ്ങളുടേതാണെന്നൊക്കെ തോട്ടത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. 1000 രൂപയുടെ പച്ചക്കറി നിങ്ങൾക്ക് വന്ന് പറിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നിടത്ത് കൊണ്ടുതരും. ദൂരെയൊന്നും പറ്റത്തില്ല, അടുത്ത വല്ല പ്രദേശമാണെങ്കിൽ. അപ്പോൾ ഞങ്ങൾ മമ്മൂട്ടിയുടെ തോട്ടം വെച്ചിട്ട് തുടങ്ങിയത്. ഇവിടുത്തെ കുടുംബശ്രീ കർമ്മസേനയ്ക്ക് അവിടെ കൃഷിക്കുള്ള പണം ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് മമ്മൂട്ടിയുടെ അഭ്യർത്ഥിച്ചത് ഒരു 25 സെൻറ്റ് സ്പോൺസർ ചെയ്യണമെന്നിട്ട് പണം തരണമെന്ന്. അങ്ങനെ മമ്മൂട്ടി സ്പോൺസർ ചെയ്തപ്പോൾ മമ്മൂട്ടിയുടെ തോട്ടത്തിനടുത്ത് വേറെ ആൾക്കാർക്ക് വേണം.
അവരെല്ലാവരും അവിടെ റിസർവ് ചെയ്യാൻ തുടങ്ങി. ഇത് നല്ലൊരു രീതിയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് പണം അഡ്വാൻസായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വന്നാലും നല്ല ജൈവ പച്ചക്കറി ഗ്യാരണ്ടി ചെയ്യണം. MLAയുടെ വികസന ഫണ്ട് ഉപയോഗിച്ച ഒരു ആധുനിക വിപണന കേന്ദ്രം തുടങ്ങാനാണ് ഡോക്ടർ തോമസ് ഐസക്കിന്റെ അടുത്ത പദ്ധതി. കോൾഡ് സ്റ്റോറേജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി പച്ചക്കറിയും ഇലക്കറികളും ഗാർഡൻ ഫ്രഷായി വിറ്റഴിക്കുകയാണ് ലക്ഷ്യം. മാരാരിക്കുളം നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും ഒരു വർഷത്തിനുള്ളിൽ തന്നെ പച്ചക്കറി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തമാകുമെന്നാണ് ഡോക്ടർ തോമസ് ഐസക്കിന്റെ പ്രതീക്ഷ. മണൽ പ്രദേശമായ മാരാരിക്കുളത്ത് പച്ചക്കറി കൃഷിയിൽ ഇത്ര വലിയ മുന്നേറ്റമുണ്ടാക്കാമെങ്കിൽ കേരളത്തിന്റെ മറ്റു പ്രദേശങ്ങളിൽ എന്തുകൊണ്ടായിക്കൂടാ എന്ന ചോദ്യവും അദ്ദേഹം ഉയർത്തുന്നു. ഇവിടെ ഈ ചുരുമണൽ പ്രദേശത്ത് ഇവിടെ ഞങ്ങൾ പച്ചക്കറിയിൽ സ്വയം പര്യാപ്തം മാത്രമല്ല, മറ്റുള്ളിടത്തൊക്കെ വിൽക്കാനുള്ള മിച്ചം കൂടി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ഫലഭൂയിഷ്ടമായ കേരളത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിൽ എന്തുകൊണ്ട് സ്വയം പര്യാപ്തം നേടാൻ കഴിയില്ല? ഒരു സംശയവും വേണ്ട. ഇവിടെ നടന്നു പോകുന്ന ജനകീയ ക്യാമ്പയിനും കൂടി ഉണ്ടെങ്കിൽ, അതിൻ്റെ കാറ്റുകൂടി ഉണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, നമ്മുടെ കേരളം പച്ചക്കറിയിൽ സ്വയം പര്യാപ്തം നേടാൻ പറ്റും. കേരളത്തിന് ആകെ മാതൃകയാക്കാവുന്ന ഒരു കാർഷിക മുന്നേറ്റമാണ് മാരാരിക്കുളത്ത് നടക്കുന്നത്. മണ്ണിൽ ഒരിടവേള കൂടി. മണ്ണിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. മണ്ണിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാനും മുൻ എപ്പിസോഡുകൾ കാണാനുമായി ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജായ facebook.com/reportermanna സന്ദർശിക്കുക.